So students, let's move to our fourth question. About question ശ്രദ്ധിക്കുക. How many terms of AP 9, 17, 25 must be taken to give a sum of 636? അതായത് 9, 17, 25 എന്ന് പോകുന്ന ഒരു APയുടെ എത്ര ടേംസ് നമ്മൾ എടുത്താലായിരിക്കും നമുക്ക് അതിന്റെ സമ്മ് 636 ആയിട്ട് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു AP ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി എത്രാമത്തെയോ നമ്പർ ആവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, അത്രയും നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 636 കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് അറിഞ്ഞൂടാത്തത് ആണല്ലോ. അപ്പൊ നമ്മള് ഇതെന്തായാലും സം ആണല്ലോ തന്നിരിക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് Sn is equal to 636. ഓക്കെ, നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ എന്താണ്, n by 2 into 2a plus n minus 1 into d which is equal to 636. ഓക്കെ, അപ്പൊ 2a, അപ്പൊ 2 into 9 is equal to 18, n minus 1 വാല്യൂ നമുക്ക് അറിയില്ല, d എന്ന് പറയുന്നത് എത്രയാണ്, കോമൺ ഡിഫറൻസ് 17 minus 9 is equal to 8. ഓക്കെ, അപ്പോ n by 2 into 18 plus 8 into n minus 1 is equal to 636 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 2 ഉണ്ട്. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണ് ആൻഡ് 8 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2. സോ അതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് 2 പുറത്തെടുത്താൽ നമുക്ക് 9 plus 4 into n minus 1 എന്ന് കിട്ടും. ആൻഡ് ആ 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം എന്ത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോ. ഓക്കെ, ഈസ് ഈക്വൽ ടു 636 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ n-നെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് 9 into n ഈസ് ഈക്വൽ ടു 9n. ഇവിടെ ഒരു 4n ഉണ്ട്, അതിന്റെ കൂടെ n കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 4n². ഇവിടെ 4 into -1 ഈസ് ഈക്വൽ ടു -4, അതിന്റെ കൂടെ n കൂടെ ചെയ്യുമ്പോൾ -4n ഈസ് ഈക്വൽ ടു 636. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ വി ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4n² plus 5n minus 636 ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം, -b -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b², 5ന്റെ സ്ക്വയർ ആരാണ് 25. പിന്നെ ഞാൻ ഇവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത് എന്താണ്, ഇവിടെ എന്റെ c എന്താണ്, -636 ആണ്. അപ്പം 4 into 636 is equal to 10,176 the whole divided by 8 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ 10,176 plus 25 എന്ന് പറയുന്നത് 10,201 which is a square of 101. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -5 plus or minus 101 divided by 8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n is equal to, ഇവിടെ ഞാൻ ഒരു വാല്യൂ എടുക്കുന്നില്ല, കാരണം എന്താണ്, -5 -101 എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിന്റെയും ആ ഒരു സൈൻ എന്തായിട്ട് മാറും, നെഗറ്റീവ് സൈൻ ആയിട്ട് മാറും. ഒരിക്കലും നമുക്കൊരു നമ്പറിനെ എന്താണ്, എണ്ണത്തിന് നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ആ ഒരു കേസ് എടുക്കുന്നില്ല, മറ്റേ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. -5 plus 101 divided by 8 is equal to 96 divided by 8 which is equal to എത്രയാണ്, 12 ആണ് കിട്ടുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ APയുടെ ആദ്യത്തെ 12 ടേംസ് എടുത്താലായിരിക്കും നമുക്ക് സമ്മ് 636 കിട്ടുന്നത്. ഓക്കെ, so students, let's move to our fifth question. Question ഇങ്ങനെയാണ്, the first term of an AP is 5. ഒരു arithmetic progressionന്റെ ഫസ്റ്റ് ടേം 5ഉം ലാസ്റ്റ് ടേം 45ഉം സം എന്ന് പറയുന്നത് 400 ആണെന്നുണ്ടെങ്കിൽ we have to find the number of terms and the common difference. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടേം 5, okay, last term 45, sum of the terms 400. We have to find the number of terms and the common difference. Okay, അപ്പോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ഓഫ് ഫസ്റ്റ് n ടേംസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, sum of first n terms is equal to n by 2 into first term plus last term. Okay, അപ്പൊ ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് ഉള്ള വാല്യൂസിനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Sn ന്റെ വാല്യൂ എത്രയാണ്, 400 പ്ലസ് n ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, n by 2 into A1 first term 5 plus 45 is equal to 30. 5 plus 45 is equal to 50. 51 divided by 2 we get 25. Okay, appo 25 n is equal to 400 ennu kittum. When 400 is divided by 25 we get n is equal to 16. അതായത് നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം, ആദ്യത്തെ 16 ടേംസിന്റെ സം ആണ് ഈ തന്നിരിക്കുന്ന 400. അതേപോലെ 16ാമത്തെ ടേം ആണ് 45 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ സം ഓഫ് 16 ടേംസിന് ഈ ഇക്വേഷൻ അല്ലാതെ ഡി ഉൾപ്പെടുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, n by 2 into 2a plus n minus 1 into d, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന ക്ലൂ ഇതാണ്. അതായത് 16ാമത്തെ ടേം ആണ് ആരെന്ന് പറയുന്നത്, 45 എന്ന് പറയുന്നത്.
കാരണം നമുക്ക് ലാസ്റ്റ് ടേം ആണ് 45, മൊത്തം 16 ടേംസേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം ആയിരിക്കും 45. അങ്ങനെയാണെങ്കിൽ ഇതാണ് A16 is equal to 45 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ A plus 15D is equal to 45. ഓക്കെ, അപ്പൊ 5 plus 15D, കാരണം എന്താണ് A യുടെ വാല്യൂ 5 ആണ്, is equal to 45. 15D is equal to 45 minus 5 is equal to 40. D is equal to 40 divided by 15, we get 8/3. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 8/3 ഉം നമ്പർ ഓഫ് ടേംസ് 16 ഉമാണ് കിട്ടുന്നത്. So students, let's move to our sixth question. Question എങ്ങനെയാണ് പറയുന്നത്? The first and last terms of an AP are 17 and 350 respectively. അതായത് ഫസ്റ്റ് ടേം 17 ലാസ്റ്റ് ടേം 350 If the common difference is 9, അവർ തമ്മിലുള്ള പൊതു വ്യത്യാസം 9 ആണെന്നുണ്ടെങ്കിൽ how many terms are there and what is their sum? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ട്, അവരുടെ സം എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? First term, last term, common difference. Okay, we have to find the number of terms. ആദ്യം നമുക്ക് number of terms കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു ക്ലൂ എന്താണ്? ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ടോ, ഓക്കെ, ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നു ആരാണ്? 350. അങ്ങനെയാണെങ്കിൽ ഇത് എത്രാമത്തെ ടേം ആണോ അതായിരിക്കും നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഈ AL is equal to 350 AN is equal to 350 എന്ന് എഴുതി A plus n minus 1 into D is equal to 350 എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ A യുടെ വാല്യൂ 17 plus n minus 1 into 9 is equal to എത്രയാണ്? 350, കാരണം D യുടെ വാല്യൂ 9 ആണ്. സോ ഈ 17 ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 into n minus 1 is equal to 333. Then n minus 1 is equal to 333 divided by 9. അപ്പോൾ നമുക്ക് n minus 1 is equal to 37 എന്ന് കിട്ടും. So n is equal to 38. അതായത് the number of terms of this AP is 38. അതായത് 38 ടേംസ് ഉണ്ട്. അതേപോലെ 38ാമത്തെ ടേം ആണ് എന്തെന്ന് പറയുന്നത് 350 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 38 ടേംസിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. We have to find SN, okay, അല്ലെങ്കിൽ S38 is equal to, നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്. We can use the second formula. ഏതാണ്? n/2 into A1 plus AL. So n 38 divided by 2 into A1 17 plus AL 350. അപ്പോൾ 17 plus 350 is equal to 367. 38 when divided by 2 we get 19. So 19 into 367 we get 6973 as the final answer. Okay. So students, let's move to our seventh question. Find the sum of first 22 terms of an AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യത്തെ 22 ടേംസിന്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് 7 തന്നിട്ടുണ്ട്. അതേപോലെ 22nd ടേം, ദാറ്റ് മീൻസ് 22 ടേംസ് ഉള്ള AP ആണെന്നുണ്ടെങ്കിൽ 22nd ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? ദ ലാസ്റ്റ് ടേം ഓഫ് ദാറ്റ് AP, ഓക്കെ, ഈസ് ഈക്വൽ ടു 149 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? We have to find the sum of first 22 terms. Okay, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കോമൺ ഡിഫറൻസ് is equal to 7, A22 is equal to 149. That means the 22nd term. Okay, we have to find S22, right? So നമുക്ക് ഇവിടെ D എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. So A22 is equal to 149 ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ A plus 21D is equal to 149. A plus കോമൺ ഡിഫറൻസ് ഉണ്ട്. So 21 into 7 is equal to 149. A plus 21 into 7 is equal to 147. So A is equal to 149 minus 147 is equal to എത്രയാണ്? 2 എന്നാണ് ഉത്തരം കിട്ടുന്നത്. That is the first term of this AP is 2. Okay, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. നമുക്ക് സം ഓഫ് ദി ടേംസ് ആണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട് A22, that means last term ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ number of terms ഉണ്ട്. So we can use the second formula for sum of first 10 terms of an AP. A22 is equal to 22/2 into A1 plus A22. A1 എന്ന് പറഞ്ഞാൽ 2 ആണ്. A22 എന്ന് പറഞ്ഞാൽ 149 ആണ്. So 2 plus 149 into 11 is equal to 11 into 151, which is equal to 1661. Okay. So students, let's move to our 8th question. Find the sum of first 51 terms of an AP whose second and third terms are 14 and 18 respectively. അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സെക്കൻഡ് ടേം 14ഉം തേർഡ് ടേം 18ഉം ആണെന്നുണ്ടെങ്കിൽ we have to find the sum of first 51 terms. Okay, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? A2 is equal to 14 and A3 is equal to 18 and we have to find the sum of 51 terms. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എന്താണ്?
ഈ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിനെ കുറച്ചാൽ മതിയാകും. ഓക്കെ, ഞാനിവിടെ എന്താണ് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എടുത്തതിന് ശേഷം സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് A3 - A2 എന്ന് എടുത്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? D = 4 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് S51 ആണ് വേണ്ടത്. അപ്പൊ കോമൺ ഡിഫറൻസ് ഉൾപ്പെടുന്ന ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ n/2 × 2a + n - 1 × d. അതിന്റെ നമുക്ക് ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു ഫസ്റ്റ് ടേം ഇല്ല. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ. സെക്കൻഡ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. സോ a1 = 10. That is 14 - 4 = 10. ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് 51ാമത്തെ ടേം കണ്ടുപിടിക്കുക, എന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം ചെയ്താലും മതിയാവും. സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോർമുലയാണ് ഈ ഒരു ക്വസ്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. S51 = 51/2 × 2a. a എന്ന് പറഞ്ഞാൽ ആരാണ്? 10 ആണ്. അപ്പൊ 2 × a എന്ന് പറയുമ്പോൾ 20 പ്ലസ് പിന്നെ n - 1 × d. 51 - 1 = 50 into common difference d = 4. Okay, so 51/2 × 220 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 220 when divided by 2 we get 110. 110 × 51 = 5610. ഓക്കെ, അപ്പൊ ഈ ഒരു AP യുടെ 51 ടേംസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 5610 ആണ്. ഓക്കെ, so students, let's move to our 9th question. If the sum of first 7 terms of an AP, okay, ആദ്യത്തെ 7 ടേംസിന്റെ സം എന്ന് പറയുന്നത് 49 and ആദ്യത്തെ 17 ടേംസിന്റെ സം എന്ന് പറയുന്നത് 289 ആണെന്നുണ്ടെങ്കിൽ we have to find the sum of first n terms. നമുക്ക് ആദ്യത്തെ n ടേംസിന്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ റീറൈറ്റ് ചെയ്യുക. S7 = 49 and sum of 70 terms is equal to 289. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ക്ലൂസിൽ നിന്ന് നമുക്ക് പോകാൻ കഴിയും. അപ്പൊ S7 = 49 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു n കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷനിൽ എന്തൊക്കെ വേണം? നമുക്ക് ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസ് വേണം. കാരണം നമുക്ക് ഇവിടെ ലാസ്റ്റ് ടേം അറിയില്ല. സോ നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാൻ കഴിയില്ല. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉൾപ്പെടുന്ന ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. സോ വി ആർ ചൂസിംഗ് ദ ഫസ്റ്റ് ഇക്വേഷൻ 2a + n - 1 × d. ഓക്കെ, n/2 × 2a + n - 1 × d. അപ്പോൾ ഇവിടെ ആ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ 7/2 × 2a + n - 1, 7 - 1 = 6d which is equal to 49. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ ഒരു 7/2 ഈ 7ഉം ഇവിടുത്തെ 49 തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ എന്തായിട്ട് മാറും? ഈ ഒരു സൈഡിൽ 7 ആയിട്ട് മാറും. ഈ 2നെ ഞാൻ ഇപ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും 7 × 2 = 14 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2a + 6d = 14 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് a + 3d = 7. കാരണം ഈ രണ്ട് സൈഡിലുള്ള ടേംസ് എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a + 3d = 7 എന്ന് കിട്ടും, which is the first equation. Okay, next we are going for the second clue. S17 = 289. Okay, അപ്പൊ നമുക്ക് 17/2 × 2a + 16d = 218 ആണെന്ന് കിട്ടും. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്തത്? n/2 × 2a + n - 1 × d. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ 2 ഇവിടുത്തെ 16 ഇത് രണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിനെ നമുക്ക് കോമൺ എടുത്താൽ ഇവിടുത്തെ 2ഉം ആ 2ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് a + 8d മാത്രമേ ഈ ബോക്സിന്റെ അകത്തായിട്ട് കാണത്തുള്ളൂ. പിന്നെ ഇവിടെ 17 ആണുള്ളത്. ഈ 17 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 289 when divided by 17 we get 17 itself. ഓക്കെ, അതായത് 17 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് 289 എന്ന് പറയുന്നത്. സോ we get the second equation. Okay, അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നോക്കിയപ്പോൾ we get a pair of linear equations and two variables. Okay, അപ്പോ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 8d - 3d = 5d. 17 when subtracted 17ൽ നിന്നും 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ദാറ്റ് മീൻസ് d = 2. ഓക്കെ, ഇനി നമുക്ക് ആരുടെ വാല്യൂ വേണം? ഫസ്റ്റ് ടേമിന്റെ വാല്യൂ വേണം. ദാറ്റ് മീൻസ് a = ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ചെറിയ ഇക്വേഷൻ ഇതാണ് 7 - 3d. ദാറ്റ് മീൻസ് 7 - 3 × 2 = എത്ര കിട്ടും? 7 - 6 which is equal to 1. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 1 കിട്ടി ആൻഡ് കോമൺ ഡിഫറൻസ് 2 കിട്ടി. We have to find the sum of first n terms, right? The equation for finding the first n terms of an AP is n/2 × 2a + n - 1 × d. എയുടെയും ഡിയുടെയും വാല്യൂ കിട്ടി. നമ്മൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n/2 × 2a 2 × 1 = 2 + n - 1 × d = 2. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇക്വേഷനും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, രണ്ട് ടേംസ്. ഓക്കെ, അപ്പൊ ആ 2 കോമൺ എടുത്താൽ അത് രണ്ടും വെട്ടിപ്പോകും. പിന്നെ n × 1 + n - 1 എന്നായിരിക്കും. ഇവിടെ 1 - 1 = 0. So n × n = n². ഓക്കെ, അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n² ആയിരിക്കും. ഓക്കെ, സോ സ്റ്റുഡൻസ്, ലെറ്റ്സ് മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
show that a1, a2, etc. an form an AP where an is defined as below. അതായത് നമുക്ക് nth ടേമിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പം ആ nth ടേം ഏത് നമ്പർ ഓഫ് സീക്വൻസിന്റെ ആണോ അത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് തെളിയിക്കണം. അതേപോലെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓൾസോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. an is equal to 3 plus 4n. That is nth term of an AP is 3 plus 4n. Okay, അപ്പോൾ നമ്മൾ a1 കണ്ടുപിടിക്കണം, a2, a3. അത് കാരണം ഇവര് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ മിനിമം ആദ്യത്തെ ഒരു 3 ടേംസ് എങ്കിലും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് അടുത്തടുത്തുള്ള ടേംസ് തമ്മിൽ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ a1 കണ്ടുപിടിച്ചു. 3 plus 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. a2 ഈ n-ന് പകരം 2 എടുക്കുമ്പോൾ 4 into 2 8, 8 plus 3 is equal to 11 and a3 is equal to 4 into 3 is equal to 12, 12 plus 3 is equal to 15. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ടേംസ് കിട്ടി. ഇനി ഞാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുമ്പോൾ 11 minus 7 is equal to 4 എന്നാണ് കിട്ടിയത്. ഇനി ഞാൻ a3 ൽ നിന്ന് a2 കുറച്ചപ്പോൾ എനിക്ക് 15 minus 11 is also 4. Thus I can write a2 minus a1 is equal to a3 minus a1 is equal to d which is equal to 4. ഓക്കെ, അപ്പൊ അതിനെ എനിക്ക് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7, 11, 15 എന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? S15 അതായത് സം ഓഫ് ദി ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി AP is equal to 15/2 into 2 into a plus n minus 1, 15 minus 1, 14 into d. ഓക്കെ, എന്താണ്? 4 is equal to, ഇവിടെ നോക്കാം, ഇവിടെ 2 into 7 എന്ന് പറഞ്ഞാൽ 14 ആണ്. ഇവിടെ ഒരു 14 ഉണ്ട് ആണല്ലോ. അപ്പൊ ഒരു 14 ഞാൻ എനിക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. 15/2 into 14. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ 14 പോയാൽ പിന്നെ 1 മാത്രമേ ഉള്ളൂ. 14 into 4 ആയിരുന്നു, അതിൽ നിന്ന് 14 പോയി, പിന്നെ ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. സോ എനിക്ക് 15/2 into 14 into 5 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 14 divided by 2 is equal to 7. So 15 into 7 into 5 is equal to 525. Okay, അതായത് the sum of first 15 terms of this AP is 525 എന്നാണ് നമുക്ക് കിട്ടിയത്. Okay, next we are moving to the second expression for nth term of an AP and the expression is given as an is equal to 9 minus 5n. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we have to find at least 3 terms, first 3 terms. So a1 is equal to 4, a2 is equal to -1 and a3 is equal to -6. കാരണം n-ന് പകരം 1, 2 and 3 respectively values ഇട്ട് കൊടുത്തപ്പോൾ. Okay, next ഞാൻ a2 minus a1 നോക്കിയപ്പോൾ -1 minus 4 is equal to -5 ആണ് കിട്ടിയത്. ആൻഡ് ഞാൻ a3 minus a2 -6 minus of -1 is equal to -6 plus 1 which is also -5. So അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിൽ എന്തുണ്ട്? കോമൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. So I can write a2 minus a1 is equal to a3 minus a2 which is equal to common difference d which is equal to -1. So I can say 4 -1 -6 etc. is an arithmetic progression. Okay, if it is an arithmetic progression we are asked to find out the sum of first 15 terms of the AP. Okay, അപ്പോൾ ഞാൻ S15 is equal to 15/2 into 2a 2 into 4 plus n minus 1 14 into common difference -5. Okay, then 15 into ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 14 എനിക്ക് 2 into 7 എന്ന് എഴുതാൻ പറ്റും. സോ അതിനെ ഞാൻ കോമൺ എടുത്തപ്പോൾ ആ രണ്ട് 2s തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ 15 മാത്രമേ ഉള്ളൂ. into 4 minus 7 into -5 is equal to 35. Okay, minus 35. So 15 into -31 എന്ന് കിട്ടും which is equal to -465. That is the sum of first 15 terms of this AP whose nth term is n minus 5n is -465. Okay, so students we are moving to the 11th question. Question ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് സം ഓഫ് ഫസ്റ്റ് n ടേംസിന് ഒരു ജനറൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 4n minus n square. നമ്മൾ ഇത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. We have to find the first term, the sum of first two terms, second term, third term, 10th term and nth term. Okay, അപ്പോൾ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കാം. സം ഓഫ് n ടേംസിന്റെ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ടേമിന്റെ കൂടെയാണ് എന്ത് ആഡ് ചെയ്ത് പോകുന്നത്? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ടേം തന്നെയായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ is equal to sum of first term is equal to 3. കാരണം എന്താണ്? 4 into 1 minus 1 square. 4 into 1 is equal to 4 minus 1 is equal to 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് we have to find the sum of
ഫസ്റ്റ് 2 ടേംസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഈ എന്നിന് പകരം 2 അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ 4 into 2 is equal to 8 മൈനസ് 2 into സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 8 minus 4 is equal to 4. ഓക്കെ, അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കിട്ടി. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യന് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് A2. അതായത് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സെക്കൻഡ് ടേമിന് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് S2 വരെ ഉണ്ട് ആണല്ലോ. അപ്പൊ S2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം ഫസ്റ്റ് 2 ടേംസ് അല്ലേ, ഇപ്പൊ ഫസ്റ്റ് ടേം എയും രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? A plus D യുമായിരിക്കും ആണല്ലോ. അപ്പൊ നമ്മൾ ഈ രീതിയിൽ എഴുതാൻ A plus D is equal to, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? is equal to S1 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. A plus D എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്കൻഡ് ടേം ആണല്ലോ. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കുക S plus A2 എന്ന് നിങ്ങൾ എടുക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S2 ൽ നിന്നും S1 കുറച്ചാൽ A2 കിട്ടൂലേ? ഓക്കെ, പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? S2 സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിന്റെ കൂടെ രണ്ടാമത്തെ ടേം കൂട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ജനറൽ ഫോമിൽ എടുത്താൽ ഫസ്റ്റ് ടേം A എന്നും സെക്കൻഡ് ടേമിന് A plus D എന്നും എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് A1 എന്ന് പറഞ്ഞാൽ ആരാണ്? S1 ആണ്. A plus 1D എന്ന് പറഞ്ഞാൽ ആരാണ്? A2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ A2 ആണ്. A2 കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ S2 ൽ നിന്നും S1 നെ കുറച്ചാൽ പോരെ? ഓക്കെ, അപ്പോ S2 minus S1 is equal to എനിക്ക് എത്ര ആയിട്ടും 1 എന്നാണ് കിട്ടുന്നത്. S2 is equal to 4, S1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. 4 minus 3 is equal to 1. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് we have to find the third term. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ തേർഡ് ടേം കണ്ടുപിടിക്കാം ആണല്ലോ. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഇവിടെ നോക്കിയേ, സെക്കൻഡ് ടേമും ഉണ്ട് ഫസ്റ്റ് ടേമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിനെ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. A2 minus A1 is equal to 1 minus 3 is equal to എത്രയാണ്? -2. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് A plus 2D എന്ന് പറയുന്നതാണ് തേർഡ് ടേമിന്റെ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു 3 minus 4 which is equal to -1. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ടേം കിട്ടി. നെക്സ്റ്റ് നമ്മൾക്ക് 10th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. A plus 9D, that is 3 minus 18. 9 into എത്രയാണ്? -2 is equal to നമുക്ക് -18 കിട്ടും. ഫസ്റ്റ് ടേം 3 ആണ്. സോ നമുക്ക് -15 ആണ് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ nth ടേം. ഓക്കെ, അപ്പൊ എനിക്ക് an is equal to A plus n minus 1 into D ഇതെന്ന് പറഞ്ഞാൽ ജനറൽ ഫോം ആണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടുന്നത് -2n plus 5 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 minus 2 ആണ്. ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. So students, we are moving to the 12th question. Question ശ്രദ്ധിക്കുക. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് find the sum of first 40 positive integers divisible by 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ 40 ഇന്റിജേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും 0യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ നമ്മൾ 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പർ എത്തുമ്പോഴേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ? 6 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 6ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമ്മുടെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 6 12 18 എക്സെട്ര അങ്ങനെ പോയി എത്ര ടേംസ് ഉണ്ട്? 40 ടേംസ് ഉണ്ട്. അപ്പോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് S40, അതായത് സം ഓഫ് ദി ഫസ്റ്റ് 40 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് നേരിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 2a അല്ല n/2 into 2a plus n minus 1 into d. ഞാനിവിടെ ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം into n/2 ഉണ്ടല്ലോ, ആ ഒരു ഇക്വേഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം എൻ്റെ ഉണ്ട്, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പോവുകയാണ്. A40 40ാമത്തെ ടേം എത്രയാണ് കണ്ടുപിടിക്കുക? A plus 39d. അപ്പൊ എനിക്ക് 6 plus 39 into 6 എന്ന് കിട്ടും. 39 into 6 is equal to 234. അപ്പൊ 6 plus 234 is equal to 240 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് ടേം കിട്ടി. ലാസ്റ്റ് ടേം ആൻഡ് ഫസ്റ്റ് ടേം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 246 എന്ന് കിട്ടും. പിന്നെ n/2 40 divided by 2 is equal to 20. So 20 into 246 is equal to 4920. That is the sum of first 40 terms positive integers that are divisible by 6 is 4920. Okay. So students, we are moving to our 13th question. Question ശ്രദ്ധിക്കുക.
Find the sum of first 15 multiples of 8. 8ന്റെ ആദ്യത്തെ 15 മൾട്ടിപ്പിൾസിന്റെ സം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും 8, 16, 24, 32 അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെ 15 ടേംസിനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ് n/2 × 2a + n - 1 × d. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് അതും ഫസ്റ്റ് ടേമുമായിട്ട് കൂട്ടിയിട്ട് n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ S15 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15/2 × 2a, 2 × first term 8 plus 14 × d. ഓക്കെ, അതായത് n - 1 = 14 × 8 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു 2 × 8 ഉണ്ട്. ഇവിടെ 14 × 8 ആണ്. ഈ 14 എനിക്ക് 7 × 2 × 8 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 2 × 8 കോമൺ ആണ്. ദാറ്റ് മീൻസ് 16 കോമൺ ആണ്. അപ്പൊ 16 ഞാൻ ഈ പുറത്തെടുത്താൽ ബാക്കി എനിക്ക് പിന്നെ അവിടെ ആരാ ഉള്ളത് 1 ആൻഡ് 14 × 8 16 പുറത്തെടുത്താൽ ബാക്കി അവിടെ 7 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും 15/2 × 16 × 1 + 7. 1 + 7 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഈ 2 16 divided by 2 we get 8. Okay, 15 × 8 × 8 എന്ന് കിട്ടും. That is 960 is the answer. That means 960 is the sum of first 15 multiples of 8. Okay, clear? So students, we are moving to the 14th question. Question ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? Find the sum of the odd numbers between 0 and 50. 0യ്ക്കും 50നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എഴുതാനാണ്. അപ്പൊ 0 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നമുക്ക് 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പോയി. 50 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ല, ഈവൺ നമ്പർ ആണ്. സോ നമുക്ക് അതിന് മുന്നേ ഉള്ള നമ്പർ ആരാണ് 49. അപ്പൊ നമുക്ക് ആ ഒരു arithmetic progression പോകുന്നത് ഇങ്ങനെയാണ് 1, 3, 5, 7 എക്സെട്ര 49 വരെ. നമ്മളുടെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ടേമും ഉണ്ട് ഫസ്റ്റ് ടേമും ഉണ്ട്. പക്ഷേ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു arithmetic പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം ആണല്ലോ. അപ്പൊ 49 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണെന്നുണ്ടെങ്കിൽ 49 എത്രാമത്തെ ടേം ആണോ അത്രയും ടേംസ് ആയിരിക്കും ഈ ഒരു arithmetic പ്രോഗ്രഷനിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, a = 49 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് a + n - 1 × d = 49. a യുടെ വാല്യൂ 1 and common difference എത്രയാണ് 2 ആണ്. So n - 1 × 2 = 49. Next 1 + 2 × n = 2n - 1 × 2 = -2 = 49. So 2n = 50. കാരണം എന്താണ്, ഇവിടെ ഒരു 49 ആണുള്ളത്. ഈ 49ൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു 1 നമ്മൾ കുറയ്ക്കുമ്പോൾ 48, അതിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 50 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ n = 25. അതായത് 0യ്ക്കും 50നും ഇടയിൽ 25 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം 50 നമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇടവിട്ടാണ് എന്ത് വരുന്നത്, ഓഡ് ആൻഡ് ഈവൺ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ 25 ഈവൺ നമ്പേഴ്സും ബാക്കി 25 ഓഡ് നമ്പേഴ്സും ആയിരിക്കും. അങ്ങനെയും കണ്ടുപിടിക്കാം. അത് ലോജിക് ബേസ് ചെയ്യുന്നവർക്ക്, അല്ലാത്തുള്ളവർക്ക് ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് S25. വി ഹാവ് ടു ഫൈൻഡ് ദ സം. ഓക്കെ, അപ്പോ 25 / 2 × ഫസ്റ്റ് ടേം അറിയാം ആൻഡ് ലാസ്റ്റ് ടേം അറിയാം. 1 + 50 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, സോറി 1 + 49 എന്ന് പറഞ്ഞ് കിട്ടും. 1 + 49 എന്ന് കിട്ടും. That means 50. അപ്പൊ 50 divided by 2 we get 25. 25 × 25 we get 625 as the answer. That is the sum of the odd numbers between 0 and 50 is 625. Okay.